ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു മെൻ്റലിസ്റ്റ് പ്രാങ്കാണ് ചെയ്യാൻ പോണത്. ആൾക്കാരെ അടുത്തെത്തിയിട്ട് അവരെ മനസ്സ് വായിക്കും എന്ന് പറയും. പിന്നെ ഞാൻ ഓരോരോ കോമഡി പരമായിട്ടാണെന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ എല്ലാവരും എനിക്ക് ലൈക്ക് തരിക. അപ്പോൾ ഇന്ന് മെൻ്റലിസ്റ്റ് പ്രാങ്കാണ് നടത്താൻ പോകുന്നത്. പിന്നെ നാളെ ന്യൂ ഇയർ അഡ്വാൻസ്, എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ അനസ് വ്ലോഗ് 21. ഓക്കെ, നമ്മൾ തുടങ്ങാൻ പോവാം. ഗൈസ്, അപ്പോൾ നമ്മളിതാ ഇവിടെ കുറേ ആൾക്കാരുണ്ട്. പേര് വെച്ചോക്കാം. പേരെന്താ? ഹനാൻ. ഓക്കെ. റസീൻ. സെബീബ. ഓക്കെ. ഞാനിങ്ങനെ സ്റ്റേഞ്ചേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് മനസ്സ് റീഡ് ചെയ്യും. ഓക്കെ. അപ്പോൾ ആദ്യം ഒരു വാചകം ഞാൻ പറയും, അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ. സിംഗിൾ റിലേഷൻ പറയൂ. കമ്മിറ്റഡ് റിലേഷൻ. ഹോളോ ചിപ്പ്. ഓക്കെ. അപ്പോൾ ഇതിൽ ശ്രദ്ധിച്ച് നിൽക്കണം. ഞാൻ പറയുന്നത് പെട്ടെന്ന് നിങ്ങൾ മനസ്സിലേക്ക് എടുക്കണം. ഓക്കെ. അപ്പോൾ വേറെ നിങ്ങൾ കാഴ്ചകളൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. നിങ്ങൾ ഫുൾ കോൺസെൻട്രേഷൻ ഈ 3 വട്ടമുള്ള ഈ ക്യാമറ ഇല്ലേ, അതിലേക്കായിരിക്കണം. ഓക്കെ. ഞാൻ ഒരു ഇൻട്രോ പറഞ്ഞോട്ടെ. ഓക്കെ ഗൈസ്, നമ്മളിത് അവരെ പ്രാങ്ക് ചെയ്യാൻ പോവാണ്. ഞാൻ പറയുന്നു, നിൻ്റെ പേരെന്താ പറഞ്ഞേ? ഹനാൻ. നിങ്ങൾക്ക് എനിക്ക് നിങ്ങളുടെ കണ്ണ് കണ്ടിട്ട് നിങ്ങൾ സിംഗിൾ ആണെന്ന് തോന്നുന്നു. തുറന്നു പറഞ്ഞാൽ മതി. സിംഗിളാണോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഒരു 13 വട്ടം നിങ്ങൾ പ്രപ്പോസിങ് വഴിയായി നടന്നിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. ഇല്ല അല്ല, തുറന്നു പറഞ്ഞാൽ മതി. ഞാൻ അത്രക്കും എക്സ്പേർട്ട് ആയിട്ടാണ് ഈ പ്രാങ്ക് ചെയ്യൽ. ഓക്കെ, പ്രാങ്ക് എന്ന് പറഞ്ഞു പോയില്ലേ? എന്നാൽ ഞാൻ പോട്ടെ. ഓക്കെ, സോറി. പ്രാങ്ക് ചെയ്യാനാ വന്നീനെ. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഒരാളും അല്ല, പക്ഷെ പ്രാങ്ക് എന്ന് ഞാൻ പറഞ്ഞു പോയി. അപ്പോൾ ക്യാമറ നോക്കി ഒരായി പറഞ്ഞു. ഓക്കെ, എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21. ഇനി നല്ല രീതിയിൽ അടുത്ത ആളെ പിടിക്കാൻ പോവാം. ഓക്കെ, ബൈ. എൻ്റെ കയ്യിൽ നിന്ന് പ്രാങ്ക് എന്ന് പറഞ്ഞു പോയി. ഗൈസ്, അതിൻ്റെ ഭാഗത്താണ് തെറ്റ്. നമ്മൾ നെക്സ്റ്റ് ഒരാളെ പിടിക്കാം. ഹലോ, മലയാളീസ് അല്ലേ? ഞാൻ ഈ സ്റ്റേഞ്ചേഴ്സുകൾ എടുത്ത് പോയിട്ട് മനസ്സ് റീഡ് ചെയ്യുന്ന ഒരാളാണ്. സത്യം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. നിങ്ങൾ 13 വട്ടം ഒരാൾ പ്രപ്പോസ് ചെയ്തിട്ട് ഓൻ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് പ്രപ്പോസ് ചെയ്തിട്ടില്ല. ഇല്ല 13 വട്ടം നിങ്ങൾ പ്രപ്പോസിങ് വഴിയായി നടന്നിട്ടുണ്ട്. ഇല്ല. ഓക്കെ. അപ്പോൾ നിങ്ങളിപ്പം SM സ്ട്രീറ്റ് കത്തിക്കാൻ വേണ്ടിയിട്ടല്ലേ വന്നത്? ഷോപ്പ് ചെയ്യാൻ. ഷോപ്പ് എന്ന് പറയുമ്പോൾ സ്റ്റോപ്പാണോ അല്ലെങ്കിൽ ഷോപ്പാണോ? അഗളി. നിങ്ങൾ ഇപ്പോൾ എനിക്കറിയാം നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ വൃത്തിക്ക് ഇത് 4K റെസൊല്യൂഷനിലാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേരെന്താ? പേരില്ലാത്ത ഒരാളാണ് ഗൈസ് ക്യാമറയിൽ കാണുന്നത്. പിന്നെ ഇതാരാണ്? പേരില്ല. എന്നാൽ പേരില്ലാത്തവരെ ഞാൻ തൽക്കാലം, എനിക്ക് പൊതുവെ പണ്ട് മുതലേ പേരില്ലാത്തവരാണ് എനിക്ക് ഇഷ്ടം. ഓക്കെ, ഒരു സ്ട്രോബെറി വാങ്ങിക്കൊടുക്ക്. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21. ഓക്കെ, ക്യാമറ നോക്കി ഒരായി പറഞ്ഞു. ഓക്കെ, ഡെയിലി വ്ളോഗ് ഉണ്ടാവും, അനസ് വ്ലോഗ് 21. ഓക്കെ, ബൈ ഗൈസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ആളെ പിടിക്കാം. ഗൈസ്, സംഭവം അതും എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല രീതിയിൽ ചെയ്യാൻ പോവാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്, ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ കുറച്ച് റെയിൽവേൻ്റെ ഭാഗത്തേക്ക് നിൽക്കാം. ഗൈസ്, നമുക്കൊരു പുതിയ ഒരാളെ മനസ്സ് റീഡ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് അനസ്. ഓക്കെ. അപ്പോൾ എൻ്റെ പേരും അനസ് എന്നാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു മനസ്സ് റീഡ് ചെയ്യാൻ പോവാം നിങ്ങളെ. അപ്പോൾ നിങ്ങൾ എനിക്ക് അത് കറക്റ്റ് ആൻസർ തരണം. അപ്പോൾ നിങ്ങളുടെ സ്പെഷ്യൽ പാട്ട് ജിങ്ക്രിക്രി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടല്ലേ? അതല്ലേ? ഓക്കെ. എനിക്ക് നിങ്ങളുടെ നിങ്ങളുടെ കണ്ണ് പറയുന്നത് നിങ്ങൾ 10 വട്ടം ഒരാളെ ബാക്കിൽ നടന്നിട്ട് അവർ തേച്ചിട്ട് പോയി അല്ലേ? ഓക്കെ. അപ്പോൾ കറക്റ്റ് പറയണം. അപ്പോൾ ഇതിൻ്റെ മുന്നേ നിങ്ങൾ ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ ആ മാഷെ നിങ്ങൾ തല്ലാൻ നോക്കിയിട്ടില്ലേ? ഇല്ലേ? കണ്ണ് പറയുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ നല്ല ചൂടായിട്ടല്ലേ നിൽക്കുന്നത്? നല്ലൊരു ചൂട് മൈൻഡിലല്ലേ? അല്ല, പീസ് മൈൻഡിലാണ്.
അത് എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ വെയിലത്തു നിന്നാണ് ഈ മെൻ്റലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ വർക്കായി കൊള്ളണമെന്നില്ല. പേരെന്താ? അനസ്. ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് ഒരു പ്രാങ്കാണ്. അനസ് വ്ളോഗ് 21 യൂട്യൂബ് ചാനലാണ്. ഓക്കെ, വൈകുന്നേരം കാണാം. ഓക്കെ ഗൈസ്, നേരത്തെ വന്ന ആൾക്കാർക്ക് സ്ട്രോബെറി കിട്ടിയിട്ടുണ്ട്. പേര് പറഞ്ഞില്ലല്ലോ, പറഞ്ഞോ. പേരില്ല, 5-6 പേരല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പേരില്ലാണ്ട് നിങ്ങൾ എങ്ങനെ ഇത്രയും കാലം ജീവിക്കുന്നത്? അപ്പോൾ നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഒരു പൊതു സ്ഥലത്ത് നിന്ന് കാണാമെന്ന് വെച്ചോ, അപ്പോൾ ഞാൻ നിങ്ങളിപ്പോൾ എന്താ വിളിക്കുക? പേരില്ലാത്തവരെന്ന്. ഓക്കെ, അപ്പോൾ പേരില്ലാത്തവരൊരായി പറഞ്ഞോ. ഓക്കെ, അപ്പോൾ സ്ട്രോബെറി എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ? ഓക്കെ, അപ്പോൾ വൈകുന്നേരം കാണാം. ഓക്കെ, ബൈ. എൻ്റെ ചാനലിൻ്റെ പേരെന്താ? അനസ് വ്ളോഗ് 21. ഓക്കെ, ബൈ. അങ്ങനെ പോണം ഗൈസ്. നമ്മളിന്ന് SM സ്ട്രീറ്റിൽ മാത്രം മനസ്സ് റീഡ് ചെയ്യുന്ന ഒരു മെൻ്റലിസ്റ്റ് പ്രാങ്കാണ് നടത്തിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി ലൈക്ക് അടിക്കണം ഗൈസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു മനസ്സ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പേരെന്താ? അമ്ന, ആദ്ര, അനീന, ആദിത്യ. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു കാര്യം പറയൂ, അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് എന്നോട് പറയണം. ഓക്കെ? സിംഗിൾ ലൈഫ്, കമ്മിറ്റഡ് ലൈഫ്, റിലേഷൻഷിപ്പ് ഗോവ, സുമോ ഈസ് ഓൾവേസ് ഓൾ ഇന്ത്യ. ഓക്കെ, ഇനി നിങ്ങൾ എൻ്റെ അടിമകളായി കഴിഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾക്ക് എവിടെയും പോകാൻ കഴിയില്ല. അപ്പോൾ ഒരു കാര്യപ്പെട്ട ഒരു മനസ്സ് റീഡിംഗ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ മുന്നേ ഒരു 13 വട്ടം ഒരാളെ ബാക്കിൽ നടന്നിട്ട് അവൻ നിങ്ങളെ തേച്ചിട്ട് പോയി. പറയണം. അതെ, നിങ്ങൾ 13 വട്ടം ഒരാളെ തേച്ചിട്ട് പോയപ്പോൾ അവൻ നിങ്ങളെ ഒരു വട്ടം പോലും നോക്കാണ്ട് പതിവായി ഞാൻ പോയില്ലേ? യെസ്, റിപ്പീറ്റ് ചെയ്യണം. ഒന്നുകൂടി പറയണം. ഓക്കെ, അപ്പോൾ 13 വട്ടം ഒരാളെ ബാക്കിൽ നടന്നു, അയാൾ നിങ്ങളോട് കാണാതെ ഒരാൾക്കും പാടാണ്ട് അവൻ പോയില്ലേ? അയകേറും പെൺമയിലെ കൊതിക്കുന്നു ഞാൻ നിന്നെ, ചെന്താമര വിരിയും പോലെ ഒരു പുഞ്ചിരി നൽകൂലേ. അതാണ് അതിൻ്റെ ലാസ്റ്റ് വരി വരുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ഫുൾ ഫാൻസാണ്. അതാണ് പറഞ്ഞത്, കറക്റ്റ് മനസ്സ് റീഡ് ചെയ്യും. എനിക്ക് നിങ്ങളത് കിട്ടിയില്ല, അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് നോക്കിയോ ഇവിടെ. ഓക്കെ, നിങ്ങളുടെ പേരെന്താണെന്ന് പറഞ്ഞത്? ആർദ്ര. ഓക്കെ ആർദ്ര, ഞാൻ നിങ്ങളോട് മനസ്സ് വായിക്കാൻ പോവുകയാണ്. സത്യങ്ങൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ പേര് ആർദ്ര, വയസ്സ് എത്ര? 20. അപ്പോൾ ഞാനും 20 എന്നാണ് പറയാൻ വിചാരിച്ചത്. സംഭവം ഒന്നുകൂടി റീഡ് ചെയ്യാനുള്ള രീതിയിൽ, കറങ്ങി വരാനുള്ള രീതിയിൽ പറഞ്ഞതാണ്. അപ്പോൾ മറ്റേ മധുവർണ്ണ പൂവല്ലേ, നെറുനില പൂമോളല്ലേ, മധുരപാതീനെയും ലങ്കി മാറിയുന്നോളെ. അതിൻ്റെ ബാക്കി എന്താ അറിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ എന്തിനാ വന്ന് മനസ്സ് റീഡ് ചെയ്യാനല്ലേ? എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യം അറിയില്ല. ഞാൻ നിങ്ങളെ പ്രാങ്ക് ചെയ്തതാണ്. ഓക്കെ അല്ലേ? ഹാപ്പി? അപ്പോൾ ഞാൻ നെക്സ്റ്റ് ആൾക്കാരെ പിടിക്കട്ടെ. അപ്പോൾ നിങ്ങളെ ഞാൻ അടുത്ത വട്ടം പ്രാങ്ക് ചെയ്തോളാം. ഓക്കെ, ക്യാമറ നോക്കി ഒരായി പറഞ്ഞു. ഓക്കെ, സംഭവം എന്തൊക്കെയൊക്കെ അയക്കുന്നു. അപ്പോൾ യൂട്യൂബിൽ വെച്ച് കാണാം. ഓക്കെ, ബൈ. എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21. യെസ്. ഓക്കെ ഗൈസ്, അത് എന്തൊക്കെയോ ആയിട്ടുണ്ട്. ഞാൻ ഇന്ന് കാര്യപ്പെട്ട ഒരു വ്ളോഗാണ് ചെയ്യുന്നത്. എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ പേര് എന്താ? എൻ്റെ പേര് മുഹമ്മദ് റിഷാദ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളെ രണ്ടാളെയും മനസ്സ് റീഡ് ചെയ്യാൻ പോവാണ്. കഴിയും. ഓക്കെ, നിങ്ങൾ 13 വട്ടം ഒരാളെ ബാക്കിൽ നടന്നു, പക്ഷെ അവൾ നിങ്ങളെ തിരിഞ്ഞു നോക്കാണ്ട് പതിവായി ഞാൻ പോയില്ലേ? അയകോറും പെൺമയിലേ കൊതിക്കുന്നു ഞാൻ നിന്നെ, ചെന്താമര വിരിയും പോലെ. പേരെന്തായിരുന്നു? എൻ്റെ റാഹിൽ. ഓക്കെ, ഓല എടുത്തതാ. ഓക്കെ അല്ലേ? അപ്പോൾ മനസ്സ്
എന്താണ് റിപ്പീറ്റ് ആണല്ലേ? ഫുൾ റിപ്പീറ്റ് ആണല്ലോ ഇവിടെ. അതെ, അപ്പൊ നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് പേര് പറയും. ഇത് അറഗ് ടീമാണ്. അതെ, ഇത് ഒരു അറഗ് ടീമാണ്, ഇത് വേറെ ടീമാണ്. എന്താ ടീമിന്റെ പേരെന്താ? റിഷാദ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒരു പ്രാങ്ക് ആണ് കേട്ടോ. ഓക്കെ, ഇത് പ്രാങ്കിനി. ഞാൻ പോട്ടെ എന്നാല്. ഞാൻ കറക്റ്റ് ഒരു പുലിമടത്തിലാണ് ചെന്ന് വെട്ടുപോയി. ഓക്കെ, ഞാൻ പുലിമടത്തിലാണ് ചെന്ന് വെട്ടുപോയി. ഓക്കെ, അപ്പോൾ ഞാൻ എന്നാ വ്ളോഗിലൊന്ന് പറഞ്ഞാട്ടെ. നമ്മളിപ്പോ ചെന്ന് വിട്ടത് റിപ്പീറ്റ് എന്ന് പറഞ്ഞ ഒരു കടന്റെ മുന്നിലാണ്. അവിടെ ആണെങ്കിൽ അറഗ് ടീമാണുള്ളത്. നമുക്കൊന്നും ഒരു പ്രാങ്ക് ചെയ്യാൻ പോലും പറ്റുന്നില്ല. നമ്മളെ വിഷമങ്ങളാണ് പറയുന്നത്. ഞാൻ പോട്ടെ എന്നാല്. ഓക്കെ, ഞാൻ പോയി. ഇപ്പോൾ യൂട്യൂബിൽ വെച്ച് കാണാം. പേരെന്താ? മുസ്തഫ. പേരെന്താ? റീനു. ശ്രീരാഗ്. ഹലോ, മിഥിലാജ്. ഓക്കെ, പ്രാങ്ക് ചെയ്യുമ്പോൾ സ്വാഭാവികവും നമ്മൾ കറക്റ്റ് ആൾക്കാരെ നോക്കി നമ്മൾ ക്യാച്ച് ചെയ്യണം, എന്നാലേ നമുക്ക് അത് പ്രാങ്ക് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാത്ത പക്ഷം അത് പ്രാങ്ക് ആവൂല ഗൈസ്. എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയതാ സംഭവം കേട്ടോ. ഇനിയൊന്നും ഞാൻ പറയുന്നില്ല. ഇനി ഞാൻ അടുത്ത ആളെ പിടിക്കാം. ഗൈസ്, നമ്മൾ ഇവിടെ ഒരു പ്രാങ്ക് നടത്താൻ പോവാം. എടാ, എനിക്കില്ലേ ഏത് എത്ര വില? മോഡേൺ അനുസരിച്ച്. പേരെന്താ? ഷാവുൽ. എനിക്ക് പുലിമൂരുകാരിലിട്ട ആ കണ്ണട വേണം. മുതലാളി വരുന്നുണ്ട്. എന്നാ മുതലാളിനെ ചോദിച്ചോളാം. എവിടെ മുതലാളി? എവിടെ വരുന്നുണ്ടല്ലേ? മുതലാളിക്ക് ഇന്നെ അറിയാം. ഇന്നെ അറിയല്ലേ? ഞാൻ ഓനൊന്ന് പ്രാങ്ക് ചെയ്യാൻ നോക്കിയേനി, നടന്നില്ല. മുതലാളി വരുന്നുണ്ടെന്ന് പറഞ്ഞു. കണ്ടീനല്ലേ? അടിപൊളിയല്ലേ? ഓക്കെ, അപ്പോ കച്ചവടം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അപ്പോ ഒരു ന്യൂ ഇയറിന് വേണ്ടിട്ട് ഒരു പാട്ടും കളിന്റെ പ്രേക്ഷകർക്ക് പാടിക്കോളൂ. അല്ല, ഞാൻ മറ്റേ ഒരു തുടക്കം ഇട്ടരാം. മധുവർണ പൂവല്ലേ, ബാക്കി പാടിക്കോളൂ. സിമ്പിള്. നടക്കൂല. ഓക്കെ, അതെ, വ്ളോഗിൽ വെച്ച് കാണാം. ഓക്കെ, ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞോളി. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അടിപൊളിയാ. ഓക്കെ, അതെ അതന്നെ അറിയല്ലേ? ഓക്കെ. ഗൈസ്, നമുക്ക് കുറച്ച് പുതിയ ഒരാൾക്കാരെ കിട്ടിയിട്ടുണ്ട്. പേരെന്താ? പേരെന്താ? ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളുടെ മനസ്സ് റീഡ് ചെയ്യും, പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു വാക്ക് അങ്ങോട്ട് പറയും, അതേമാതിരി റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, 1 2 3 4 പറയൂ. റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. 1 2 3 4. ഓക്കെ, നിങ്ങളിപ്പോൾ എൻ്റെ അടിമയായി കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അത് കറക്റ്റ് ഞാൻ മനസ്സിൽ റീഡ് ചെയ്യും, അത് ഞാൻ നിങ്ങളോട് പറയും. ഒരു 5നും 7നും ഇടയിലുള്ള ഒരു സംഖ്യ വിചാരിച്ചോ? ഓക്കെ, അത് 6 അല്ലേ വിചാരിച്ചേ? അല്ല, എന്നാൽ അത് 6ആണ്. 5നും 7നും. ഓക്കെ ഗൈസ്, അപ്പം എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21. ഓക്കെ, ഓൾ ഇന്ത്യൻസ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ഒരു പാട്ട് പാടി തരുമോ? പാട്ടോ? അതെ, ഒരു മധുവർണ പൂവല്ലേ, നെറുനില പൂമോളല്ലേ. അതൊക്കെ നോക്കിയിട്ട് പാടേണ്ടി വരുമോ? നോക്കിയിട്ട് എന്നാൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു പാട്ട് പാടിക്കോളി. ഇത് യൂട്യൂബിലേക്കാണ്. യെസ്, ഏത് പാട്ട് മതി. നല്ല രീതിയിൽ ഒരാൾക്ക് നമുക്കൊക്കെ പകുതി അറിയുള്ളൂ. പകുതി മതി 4 വരി മതി. അതെ, അങ്ങനെ പറഞ്ഞപ്പോ തീരെ പാട്ടും കിട്ടും. അതാണ് പാടുന്ന പാട്ടല്ല. എവിടുന്നാ വരുന്നേ? എന്റെ വീടാണ് ശരിക്കും സിറ്റി എന്ന് പറയുന്നത്. അവിടെയാണ് എന്റെ തറവാട്. അവിടെയാണ് ഞാൻ ആണല്ലേ? ഓക്കെ, എന്നായിക്കോട്ടെ. അപ്പൊ നമ്മളെ പാട്ടിലേക്ക് കിടക്കാം. ജീവിത കഥ ഞാൻ മണ്ണിലെഴുതുമ്പോൾ കരയരുതാരും കരളുകളുരുകി
ഓക്കെ. കരയരുതേ വെറുതെ. കരയൂല, ഒരിക്കലും കരയൂല, കരയൂല. താങ്ക്സ്. ഓക്കെ ഓക്കെ. ക്യാമറ നോക്കി ഒരു ഹായ് പറഞ്ഞോളി. ഓക്കെ. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് എവിടെ പോകാൻ എല്ലാവർക്കും. ഓക്കെ. അപ്പോൾ എന്നാൽ പാട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കരയാനാണോ ഇൻട്രസ്റ്റ്? ആ പാട്ട് എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര കരച്ചിൽ വന്നു പോയി. എൻ്റെ ഈ ഗ്ലാസ് ഇട്ടിട്ടാണ് നിങ്ങൾ എൻ്റെ കരച്ചിൽ, എൻ്റെ കണ്ണുനീര് കാണാത്തത്. കണ്ണുനീര് അങ്ങനെ ഇപ്പം ഇല്ലല്ലോ. എന്റെ കണ്ണിന്ന് കുറെ വെള്ളം, എന്റെ കണ്ണിന്ന് നല്ല വെള്ളം വരുന്നുണ്ട്. സ്ത്രീകൾ ഏറ്റെടുത്തു. ഓക്കെ, എന്നാ ഞാൻ പോട്ടെ. അതെ, അപ്പൊ എന്നാ ഞാൻ പോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. പേരെന്താ? ദേവനന്ദ. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഒരു വട്ടം കാത്തിരുന്നു ഞാൻ പലമാരും മൈതാനത്ത്, പല വാക്കും മിണ്ടാതെ നീ പോയില്ലേ. അപ്പോൾ ഞാൻ ഒന്നും പറയുന്നില്ല. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇത്ര തന്നെ എൻ്റെ വീഡിയോസ് ഉള്ളൂ. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ഒരു പ്രാങ്കാണ്. ഓക്കെ. പേരെന്താണ്? ദേവനന്ദ. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ. അപ്പോൾ വ്ളോഗിൽ വെച്ച് കാണാം. എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21, പബ്ലിക് വ്ളോഗറാണ്. ഓക്കെ. ഇനി ക്യാമറ നോക്കി ഒരു ഹായ് പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാൻ പോവാം. ആയില്ല പറഞ്ഞു. ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു. ഹാപ്പി ന്യൂ ഇയർ. വേറെ എന്തെങ്കിലും നാളെ ഒരു പുതിയ ഒരാൾക്കാർ ജനിക്കുമ്പോൾ എന്തൊക്കെയാണ് നാളെ ഒരു ലോകത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഹാപ്പി ആയിരിക്കുക, 24 hour ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഉറങ്ങൊന്നും വേണ്ട. ഓക്കെ. അപ്പോൾ എന്നാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇത്ര തന്നെ വീഡിയോസ് ഉള്ളൂ. ഇതിൻ്റെ പ്രാങ്കാണ്. ഇന്നൊരു മെൻ്റലിസ്റ്റ് പ്രാങ്കായിരുന്നു. അപ്പോൾ നാളത്തെ വീഡിയോസ് കിടിലൻ വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നാളെ കാണാം. ഒരു ഹാപ്പി പറയാം അല്ല ഹാപ്പി. ഓക്കെ.